അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ വിഷയം ബിസ്മി പ്രതീക്ഷയോടെ ആരംഭം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് ചെറിയ പ്രായത്തിലേ നമ്മൾ പഠിച്ച വലിയ ഒരു നന്മയാണ്. ബിസ്മി കൊണ്ട് തുടങ്ങാതിരുന്നാലോ കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു നല്ല കാര്യവും അത് ബറക്കത്ത് കുറഞ്ഞതാണ്, ബറക്കത്തുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ നന്മയുടെ വർധനവ് നമുക്ക് ലഭ്യമാവണമെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ഓരോ കാര്യത്തിലും നമുക്ക് സാധ്യമാവണമെങ്കിൽ ആ ചെയ്യുന്ന കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങാൻ വേണ്ടി കഴിയണം. ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തുടങ്ങുക എന്നതാണല്ലോ. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും. അത് വായനയാണെങ്കിലും, അത് കാണുന്നതാണെങ്കിലും, പ്രവർത്തിക്കുന്നതാണെങ്കിലും, ഏതാണെങ്കിലും അള്ളാഹിനെ ഓർത്തുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നതായിരിക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ, പിന്നെ അവിടെ ഉപദ്രവിക്കാനും എടങ്ങേറാക്കാനും പ്രയാസത്തിലാക്കാനും ശൈത്വാനിന് സാധ്യമാവുകയില്ല. ശൈത്വാനിന്റെ എല്ലാ ദുസ്വാധീനങ്ങളെയും മുറിച്ചു മാറ്റാൻ ബിസ്മി കൊണ്ട് കഴിയും. ബിസ്മി എവിടെയുണ്ടോ അവിടെ ശൈത്താൻ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി. ഒരാൾ അവന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു, ആ പ്രവേശിക്കുന്ന സമയത്തും ആ വീട്ടിലിരുന്ന് അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അള്ളാഹുവിനെ ഓർത്താൽ അഥവാ ബിസ്മി ചൊല്ലിയാൽ ഖാല ശൈത്വാനു ലാ മബീത ലക്കും വലാ അശാ. ശൈത്വാൻ പറയുമത്രേ, ഈ വീട്ടിൽ നമുക്ക് പ്രവേശനമില്ല, ഈ വീട്ടിൽ നമുക്ക് താമസമില്ല, ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണവുമില്ല എന്ന്. എന്നാൽ ആ വീട്ടിലേക്ക് കയറുമ്പോഴും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലാതിരുന്നാലോ ശൈത്വാന്മാർ പരസ്പരം പറയും പോലും, ഈ വീട്ടിലാണ് ഇന്നത്തെ താമസവും, ഈ വീട്ടിലാണ് ഇന്നത്തെ ഭക്ഷണവും എന്ന്. അപ്പൊ ബിസ്മി ചൊല്ലാതിരുന്നാൽ പിന്നെ ശൈത്വാനാണ് നമ്മുടെ കൂടെ സഹവസിക്കുക. ബിസ്മി ഉണ്ടെങ്കിലോ ആ ശൈത്വാനിനെ അല്ലാഹു തആല വിദൂരത്താക്കുകയും ചെയ്യും. സത്റു മാ ബൈന അഅ്യുനിൽ ജിന്നി വഅൗറാതി ബനി ആദം ഇദാ ദഖല അഹദുഹുമുൽ ഖലാഅ അൻ യഖൂല ബിസ്മില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ജിന്നിന്റെ കണ്ണുകൾക്കിടയിൽ, മനുഷ്യന്മാരുടെ ഔറത്തിന്റെ ഇടയിലും, അഥവാ മനുഷ്യന്മാരുടെ ഔറത്ത് ജിന്നുകൾ കാണാതിരിക്കാൻ ഒരുത്തൻ ഖലായിലേക്ക്, ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയം ബിസ്മില്ലാഹ് എന്നവൻ പറയട്ടെ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ആ ദിക്റിന്റെ തുടക്കം തന്നെ ബിസ്മില്ലാ എന്നാണ്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ചൊല്ലുന്ന ദിക്റിന്റെ തുടക്കത്തിലുള്ളത് ബിസ്മില്ലാ എന്നാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൈശാചികമായോ ഉപദ്രവങ്ങളുടെ അല്ലെങ്കിൽ ശൈത്വാനീയത്തിന്റെ സ്വാധീനമുള്ള സ്ഥലമാണ് ടോയ്ലറ്റ്. അവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുന്നതിന്റെ കാരണം ആ ശൈത്വാനിന്റെ സ്വാധീനത്തെ മുറിച്ചു കളയാൻ വേണ്ടിയാണ്. ബിസ്മി ചൊല്ലാതിരുന്നാലോ നമ്മുടെ ഔറത്ത് ശൈത്വാന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവിടെയും തുടക്കത്തിൽ ബിസ്മിയാണ്. അങ്ങനെ ചൊല്ലിയാൽ ഹുദീത വകുഫീത വവഖീത വതനഹ ശൈത്വാൻ. എന്നാൽ അവൻ സന്മാർഗത്തിലാക്കപ്പെട്ടവനായി, അവനെ മതിയായവനായി, അവൻ സംരക്ഷിതനായി, അവൻ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് ദൂരത്താക്കപ്പെട്ടവനായി. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാവാൻ ബിസ്മി ചൊല്ലണം എന്ന് തന്നെയാണ്. ഇനി വീടിന്റെ വാതിലടക്കുമ്പോഴും
വീടിന്റെ വാതിൽ നിങ്ങൾ അടക്കുക, ആ അടക്കുന്ന നേരം ബിസ്മി ചൊല്ലുക. എന്നാൽ ബിസ്മി ചൊല്ലിയിട്ടടച്ച വാതില് ശൈത്വാനിന് തുറക്കാൻ കഴിയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ വസ്ത്രം മാറ്റുന്ന നേരം, വസ്ത്രം അഴിച്ചു വെക്കുന്ന നേരം, ഇദാ വളഅ അഹദുഹും സൗബഹു അൻ യഖൂല ബിസ്മില്ലാഹ്, അപ്പോഴും ബിസ്മി ചൊല്ലണം. അങ്ങനെ ബിസ്മി ചൊല്ലിയാൽ ആ മനുഷ്യന്റെ ഔറത്ത് പിശാചിന് കാണാൻ സാധിക്കുകയില്ല. പിശാചിന്റെയും മനുഷ്യന്റെ ഔറത്തിന്റെയും ഇടയിലുള്ള മറയാണ് ബിസ്മി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം, ആ ഘട്ടത്തിൽ ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി ഒരാൾ ചൊല്ലുന്നില്ല എങ്കിൽ അവിടെയും പൈശാചികമായ സ്വാധീനമുണ്ടാവും. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ തുടക്കത്തിലുള്ളതും ബിസ്മിയാണ്. ആ ബിസ്മി ചൊല്ലിയിട്ടായിരിക്കണം ഈ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ അല്ലാഹു തആല ഒരു സന്താനത്തെ നൽകിയാൽ ലം യദുർറഹു ശൈത്വാനുൻ അബദാ, ഒരിക്കലും ആ കുട്ടിയെ, ആ സന്താനത്തിനെ ശൈത്വാൻ ഉപദ്രവിക്കുകയില്ല, ശൈത്വാനിനെ എടങ്ങേറാക്കാൻ കഴിയൂല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലതായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുക. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായമുണ്ടാവും. ശൈത്വാനീയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഒരു സ്വഹാബി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു വാഹനത്തിൽ, ഒരു മൃഗത്തിന്റെ പുറത്ത്, അഥവാ ഒട്ടകമായിരിക്കാം, അതിന്റെ പുറത്ത് സഞ്ചരിക്കുമ്പോൾ, ആ വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ആ മൃഗം വീണപ്പോ ആ കൂടെയുള്ള സ്വഹാബി പറഞ്ഞു, തഇസ ശൈത്വാൻ, ശൈത്വാൻ നശിക്കട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനടി പറഞ്ഞു, അങ്ങനെ പറയരുത്. അങ്ങനെ പറയുമ്പോൾ ശൈത്വാനിന് തോന്നും അവന്റെ കഴിവ് കൊണ്ടാണ് ഈ മൃഗം വീണുപോയത് എന്ന്. അവൻ അഹങ്കാരം വരും. ആ ശൈത്വാൻ അഹങ്കരിച്ചു അഹങ്കാരം ഇങ്ങനെ കൂടിക്കൂടി വരും. അതുകൊണ്ട് ശൈത്വാനിനെ സന്തോഷിപ്പിക്കേണ്ട. ശൈത്വാനു എന്നല്ല പറയേണ്ടത്, ശൈത്വാൻ നശിക്കട്ടെ എന്നല്ല പറയേണ്ടത്. ഇദാ ഖുൽത ദാലിക തസാഗറ ഹത്താ യകൂന മിസ്ല ദുബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബിസ്മി പറയുക. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ആ ശൈത്വാൻ ചെറുതായി ഒരു ഈച്ചയുടെ അത്രയും അവൻ ചെറുതായി മാറും. ബിസ്മി എവിടെയുണ്ടോ അവിടെ ശൈത്വാനിൻ്റെ ഇടങ്ങേറുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് പ്രതീക്ഷാ നിർഭരമായ സന്തോഷദായകമായ ഒരു തുടക്കം നമുക്ക് സാധ്യമാവണമെങ്കിൽ ബിസ്മി കൊണ്ട് തന്നെ തുടങ്ങണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആദ്യ വചനം പോലും ബിസ്മിയാണ്. ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ പോലും ബിസ്മിയാണെങ്കിൽ ആ ബിസ്മിയുടെ മഹത്വം എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ബിസ്മിയുടെ ആ അക്ഷരപ്പൊരുളുകളെ തിരിച്ചറിയാൻ, ആ ബിസ്മിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, പ്രയോഗതലത്തിൽ ബിസ്മിയെ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.